ഏത് കാര്യം നീ ചെയ്താലും അതിൽ ബറക്കത്ത് വേണോ, അത് നിലനിൽക്കണോ, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണം. അള്ളാടെ വേണം, മുത്തി നബിയുടെ വേണം, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വേണം. അതാരാ? അപ്പൊ മാതാപിതാക്കളോട് ആരാ? വീടിന്റെ മുമ്പിൽ പുതിയ വണ്ടി കൊണ്ടിടുമ്പോ വാപ്പ ചോദിക്കും ഇത് ആരുടേതാ? ഞാൻ എടുത്തതാ വാപ്പ. അപ്പോഴാ വാപ്പ അറിയണേ. സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയി ജാഗയ്ക്ക് അഡ്വാൻസ് കൊടുത്തു, നാട്ടുകാർ പറഞ്ഞു അപ്പോഴാ വാപ്പച്ചി അറിയുന്നത് വാങ്ങി. നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയാറില്ല നമ്മുടെ മാതാപിതാക്കളോട്. നമ്മുടെ മാതാപിതാക്കളോട് പലരും നമ്മൾ മറച്ചു വെക്കുന്നവരാ. എങ്കിൽ നിങ്ങൾക്കറിയുന്ന ഇന്ന് എത്രയോ കോടീശ്വരന്മാരുണ്ടെന്നറിയോ? ഇന്നും പടച്ചവനെ മാതാവിന്റെ കയ്യിലാണ് കടയുടെ താക്കോല് കൊണ്ട് കൊടുക്കുന്നത്. രാവിലെ കച്ചവടത്തിന് പോകുമ്പോ ഉമ്മാന്റെ റൂമിൽ പോയിട്ട് ഉമ്മാനോട് പറഞ്ഞിട്ടാ കച്ചവടത്തിന് പോകുന്നത്. അങ്ങനെയുള്ള എത്രയോ പണക്കാരെനിക്കറിയാം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ അങ്ങനല്ല. പിന്നെ ആ കിളവിയെടുത്ത് പോയി പറയാതിരിക്കുമല്ലയോ? മുടിയൊക്കെ നരച്ച് തൊലിയൊക്കെ ചുളുങ്ങിയിരിക്കണേ ഉമ്മാന്റെ അടുത്ത് ആര് പോയി പറയാൻ? വാപ്പാന്റെ അടുത്ത് ആര് പോയി പറയാൻ? എടാ, ഉമ്മാടെയും വാപ്പാടെയും വില അറിയണമെങ്കിലേ കച്ചവടം തുടങ്ങി. കച്ചവടം മുഴുവനും നഷ്ടത്തിലായി. ലക്ഷങ്ങളുടെ കടം വന്നു. ഭാര്യയുടെ അടുക്ക പോയി പറഞ്ഞ ഭാര്യ എന്തു പറയും? രാത്രി ഉറക്കമില്ലാതെ ബെഡ്റൂമിനകത്ത് കയറിയിരിക്കുമ്പോ ഭാര്യ ചോദിക്കുക എന്തായിച്ചാ? എല്ലാം പോയടി, എല്ലാം പോയി. അപ്പൊ പെണ്ണുമ്പോൾ എന്ത് പറയും? അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണം. ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് ഇത് വരണം. ഭാര്യ പറയും. എന്നാ വീടിന്റെ എവിടെങ്കിലും പോയിട്ട് രാത്രി ലൈറ്റ് അണച്ചിട്ട് ഇങ്ങനെ ഹാളിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ ചോദിക്കുക എന്തേ മോനെ ഉറങ്ങാത്ത? ഉമ്മ ലക്ഷങ്ങളുടെ കടം വന്നുമ്മ, കച്ചവടമൊക്കെ വരിക നഷ്ടത്തില. പോട്ട മോനെ, അള്ളാ നിന്നെ സഹായിക്കും. അതാ ഉമ്മ. നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളൊക്കെ രാത്രി 11 മണിക്ക് 12 മണിക്ക് കച്ചവടം ചെയ്തിട്ട് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ നിങ്ങളുടെ ഭാര്യ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുവോ? നമ്മുടെ പെണ്ണുമ്പുള്ള സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. പക്ഷെ ഉമ്മ ഉറങ്ങാറില്ല, നമ്മുടെ വാപ്പ ഉറങ്ങാറില്ല. നമ്മൾ വരാൻ താമസിച്ചാൽ എന്റെ മകൻ വന്നില്ലേ, എന്റെ മകൻ വന്നില്ലേ എന്ന് ഉപ്പായും ഉമ്മായും തിരക്കിയിരിക്കും. അതാ മാതാപിതാക്കൾ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം നിങ്ങൾ വാങ്ങണം. എന്ത് കാര്യം ചെയ്താലും ഉമ്മയോടും ഉപ്പയോടും പറയണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മാനോട് പറയും. എവിടെ പോയാലും ശരീവക്കായൊക്കെ കാണാൻ ഇപ്പൊ വയൽ തുടങ്ങുന്ന സമയം അല്ലേ? കുഴപ്പമില്ല, ഇരിക്കും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ചോദിക്കും ഉമ്മയ്ക്ക് എന്താ വേണ്ടേ? ഉമ്മ, ഞാനൊരു യാത്ര പോകുകയാ, തിരിച്ചു വരുമ്പോ ഉമ്മയ്ക്ക് എന്താ വേണ്ടേ? നമ്മൾ പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കും നിനക്ക് എന്താ വേണ്ടേ? ഉമ്മായ്ക്ക് വേണോന്നല്ല ചോദിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മയോടും വാപ്പയോടും നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ പറയണം. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പറയണം. ഒരിക്കലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത്. അങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എല്ലാ രഹസ്യങ്ങളും ഭാര്യ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഉമ്മയെക്കാല സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്ന, പാപ്പയെക്കാല സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഉമ്മയോടൊന്നും പറയാറില്ല. എല്ലാം പറയുന്നത് പടച്ചവനെ ഭാര്യയോടാണ്. എങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സ്വഹാബത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽഖമ റളിയല്ലാഹു തആല അൻഹു സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അൽഖമ സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന അൽഖമയുടെ ചാരത്തെ സ്വഹാബികൾ കടന്നു ചെന്നിട്ട് ലാ ഇലാഹ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന അൽഖമയോട് സകാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ ആ സഹാബിയുടെ നാവ് പൊങ്ങുന്നില്ല, സകാദത്ത് കലിമ പറയാ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. അതുകൊണ്ട് സ്വഹാബത്ത് വന്ന പ്രവാചകനോട് അവിടെ നിന്ന് പരാതി പറയുകയാ, നബിയേ, അൽഖമയ്ക്ക് സകാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങുന്നില്ല നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അൽഖമ 5 നേരം നിസ്കരിക്കുമോ സഹാബ? 5 നേരം നിസ്കരിക്കുന്ന സ്വഹാബിയാണോ? സ്വഹാബത്ത് പറയുന്നു നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ 5 നേരം നിസ്കരിക്കുന്ന സ്വഹാബിയാണ് നബിയേ. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് സ്വഹാബത്ത് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി ചോദിച്ച ചോദ്യം എന്താ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമ റളിയല്ലാഹു തആല അൻഹു ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ നാവ് പൊങ്ങണില്ല. സഹാബത്ത് വന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യം, നിസ്കരിക്കൂ 5 നേരം? നിസ്കരിക്കും നബിയെ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. എന്നാ പോയി വിളിച്ചോണ്ട് വാ. സഹാബത്ത് പോയിട്ട് ഉമ്മാനെ വിളിച്ചുകൊണ്ട് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അൽഖമയുമായിട്ട് എങ്ങനാ ഉമ്മ നിങ്ങൾ ഉമ്മായോട് ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞു, നബിയെ എനിക്ക് അവനെ വലിയ ഇഷ്ടവാ. അൽഖമ എനിക്ക് ജീവനാ നബിയെ. ഞാൻ അവന് വേണ്ടിയാ ജീവിച്ചേ. എന്റെ മകന് വേണ്ടിയാ ഞാൻ ജീവിച്ചേ. എനിക്ക് അവനെ വലിയ ഇഷ്ടമാ, വല്ലാത്ത സ്നേഹമാ അവനോട്. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ അവനങ്ങ് മാറി നബിയെ. ഒരു ഉമ്മ പറയാ, അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ മോന്റെ സ്വഭാവം മാറി. അവൻ എന്ത് കാര്യവും അവൻ ഭാര്യയോട് ആദ്യം പറയണേ, പിന്നെ എന്നോട് പറയത്തുള്ളൂ. എന്ത് രഹസ്യമുണ്ടെങ്കിലും അവൻ ആദ്യം പോയിട്ട് അവന്റെ ഭാര്യയോട് പറയും, പിന്നെ എന്റെ അടുക്ക വന്ന് പറയാറുള്ളൂ. സത്യത്തിൽ എന്നോടല്ലേ നബിയെ പറയണ്ടേ? ഞാനല്ലേ അവന്റെ ഉമ്മ. അപ്പൊ അവൻ എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണ്. എനിക്കത് ഇഷ്ടമല്ല നബിയെ. എന്റെ മനസ്സു വല്ലാതെ വേദനിച്ചു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഷഹാദത്ത് കലിമ പറയാൻ പറ്റുന്നില്ല ഉമ്മ, പൊരുത്തപ്പെടൂല നബിയെ. ഞാൻ ഒരിക്കലും അവന് പൊരുത്തപ്പെട്ടു കൊടുക്കൂല. മുത്തുനബി പിന്നെയും പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്, എങ്കിലേ ഷഹാദത്ത് കലിമ പറയാൻ പറ്റൂ. ഇല്ല നബിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിന് ശേഷമാ ഷഹാദത്ത് കലിമ പറയാൻ നാവ് പൊങ്ങിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്ത തെറ്റെന്താ? ഉമ്മായിക്ക് തോന്നി എന്നെക്കാല് സ്നേഹം ഭാര്യയോടാണ്. കാരണം എല്ലാ രഹസ്യവും ആദ്യം ഭാര്യയോടാ പറയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്ക്, നമ്മളും അങ്ങനെ തന്നെയല്ലേ? നമ്മളും അങ്ങനെ തന്നെയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും ഉമ്മാനോടും ഉപ്പാനോടും നിങ്ങൾ പറയണം. അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് നേരിട്ട് പോയി പറ. മരിച്ചവരാണോ? പള്ളിക്കാട്ടിലുണ്ടല്ലോ, കേൾക്കുമല്ലോ. നമ്മളങ്ങനെ വിശ്വസിക്കുന്നവരാണല്ലോ. ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറിനകത്ത് കിടക്കുന്നവര് കേൾക്കുമല്ലോ. ആ ചാരത്ത് പോയി നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമ്പോ പറ, ഉപ്പാ, ഉമ്മാ, ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഞാനൊരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു, ഞാനൊരു വീട് വെക്കാൻ തീരുമാനിച്ചു, ദുആ ചെയ്യണേ. ആ ഖബറിന്റെ ചാരത്തെങ്കിലും പോയി പറ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല. ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിക്ക്. ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യും. അള്ളാഹിന്റെ സഹായമുണ്ടാകും. അത് നിലനിന്ന് കിട്ടും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കണം. കറക്റ്റ് 10 മണിയായി. 9:56 അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ 10 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സിറാജ് ഉസ്താദെ, വീട് വെച്ചു, വണ്ടി എടുത്തു, കച്ചവടം തുടങ്ങി, എല്ലാം ചെയ്തു, ഇപ്പൊ വന്നിത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതൊരു ചോദ്യം തന്നെയാ. ഇത് ഇപ്പൊ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നേരത്തെ ആയിരുന്നെങ്കിൽ പ്രയോജനമുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ജീവിതത്തിൽ പെട്ടു. ഇനി രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി ഞാൻ പറഞ്ഞു തരാം. എന്തായാലും പെട്ടു ഇല്ലേ? പെണ്ണ് കെട്ടി, വണ്ടി എടുത്തു, കച്ചവടം തുടങ്ങി, വീട് വെച്ചു, എല്ലാത്തിലും പെട്ടുകിടക്കുകയാ. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരേ ഒരു നന്മ പറഞ്ഞു തരാം. പൈസയുടെ ചെലവൊന്നുമില്ല, ചെയ്താ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ ചെയ്താൽ മതി. രക്ഷപ്പെടാനുള്ള ഏക ഒരു വഴി, എളുപ്പ വഴി, അതുകൂടെ പറഞ്ഞിട്ട് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിർത്താറായില്ലേ?
എന്താ സംഘാസ ഷാഫി എന്താണ് 10 മണിയാ വാ എന്താ ഇതുകൂടെ പറയണേ. പിരിവുണ്ടെന്നോ? പിരിവുണ്ടോ? നീ അവിടെ തന്നെ നില്ല. ഇതിന്റെ പേരെന്താ? അവന്റെ പേരെന്താ? അവിടെ നിൽക്കുക ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. എപ്പോഴും ഞാൻ പിരിവ, ഇന്നെങ്കിലും പിഴിയാതെ പോകണം എൻ്റെ ആഗ്രഹം. എപ്പോ വന്നാലും പിരിവാണ്. ഇന്ന് പിഴിയാതെ പോകണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം. ഇനിയെങ്കിലും ചെയ്താൽ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. വേണ്ട, ഒന്ന് കൈപൊക്കിക്കെ ചെയ്യാന്ന് തീരുമാനിക്കുന്നവർ, പൈസ ചെലവില്ലാത്ത കാര്യമല്ലേ. അരക്കയ്യന്മാരുണ്ടോ? നല്ലതുപോലെ പൊക്കിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ബക്കറ്റ് പിരിവുണ്ടോ ചങ്ങായി? ബക്കറ്റ് പിരിവുണ്ടോടാ? ബക്കറ്റ് പിരിവുണ്ടോ? എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെട്ടെന്ന് കൈയിട്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് വാ. കയ്യിട്ടോ, ഇന്നത്തെ കിട്ടത്തുള്ളൂ, എന്നും കൂടെ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. പെട്ടെന്ന് വാ. അസ്സദഖത്തു റദ്ദുൽ ബലായ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന. ഇവിടെ ഒരു മദ്രസ പണിയാനോ വേറെ ഒന്നിനുമല്ല. ഒരു മദ്രസ പണിയുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നൊരൽപ്പം അൽഹംദുലില്ലാ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്. ബിസ്മില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, നിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഒരു മദ്രസയ്ക്ക് വേണ്ടിയാണ് തമ്പുരാന് ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അവർക്ക് നൽകിയിരിക്കുന്ന എല്ലാ നല്ല കാര്യത്തിലും നീ ഖൈറും ബറക്കത്തും സ്ഥിരതയും നൽകണേ അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. വയലൊക്കെ ഉറൂസിന് ഇൻഷാ അല്ലാഹ്. ഷാഫി എനിക്ക് ചെക്കൊക്കെ കൊണ്ടുവരുന്നു. എടാ മോളി ഇരിക്കണ ചങ്ങായിമാരെ, ഇങ്ങോട്ട് ഇറങ്ങ് ദുആ ചെയ്യാൻ പോ. ഇങ്ങോട്ട് ഇറങ്ങ്, താഴെ ഇറങ്ങ്, പെട്ടെന്ന് ഇറങ്ങ് ഇൻഷാ അല്ലാഹ്. വാ, പോണ്ടവരൊക്കെ ഇറങ്ങി ഓടല്ലേ. ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഓടുന്നു ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അൽഹംദുലില്ലാ. അങ്ങോട്ട് കയറി ഇരിക്കുക ചങ്ങായിമാരെ. ഇങ്ങോട്ട് വാ, കയറിക്കോ. അവിടെ കസേര കിടക്കുന്ന അങ്ങോട്ട് കയറി. പുറത്തേക്കുന്നവരൊക്കെ അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ ബർക്കത്ത് വേണം. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. വേണോ എന്ന് കൈപൊക്കിക്ക്. വേണോ എന്നുള്ളവരൊക്കെ കസേരയിട്ട് മുന്നോട്ട് കയറാൻ പറഞ്ഞപ്പോൾ അതിന് പോലും വയ്യ. നിനക്ക് ബർക്കത്ത് വേണം. ഇപ്പൊ കിട്ടും. ഓടുന്നവരൊക്കെ ഓടട്ടെ ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ടിരി. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ബർക്കത്ത് വേണോ? നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനസേ, നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ വീട്ടുകാരോട് നീ സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞ അതിന് പൈസ വേണ്ട, പറ. എന്ത് പറഞ്ഞ? സലാം പറഞ്ഞ. ഒന്ന് സലാം പറഞ്ഞ. എങ്ങനെയാ സലാം പറയുന്നേ? നിനക്ക് ബർക്കത്ത് അല്ലാഹ് തരും, കാത്തിരുന്നു. ഒരു സലാം പറയുമ്പോ തന്നെ നീ പിശുക്ക് കാണിക്കുക. സത്യത്തിൽ എങ്ങനെയാ സലാം പറയണ്ടേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എങ്ങനെ സലാം പറയണ്ടേ? പറയടോ, എങ്ങനെ പറയണ്ടേ? അപ്പൊ അതിനകത്ത് തന്നെ നീ അസ്സലാമു അലൈക്കും അത്രേ പറയത്തുള്ളൂ. പിശുക്കനാ നീ.
അസ്സലാമു അലൈക്കും നീ അത്രേ പറയത്തുള്ളൂ. ആ സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കണ നിനക്ക് എങ്ങനെ ബർക്കത്ത് കിട്ടും? ആ സലാം പോലും പരിപൂർണമായി പറയാൻ മടിക്കുന്നവനാ നീ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് വയത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ വീട്ടുകാരോട് നീ പറയണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് നീ സലാം പറഞ്ഞാൽ നീയും രക്ഷപ്പെടും, നിന്റെ വീട്ടുകാരും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്തു പറയണം? വീട്ടിൽ പോയിട്ട് പറഞ്ഞു നോക്കണം കേട്ടോ. ഇന്ന് വീട്ടിൽ പോയി നിന്നിട്ട് എന്തായാലും സിറാജ് ഉസ്താദ് പറഞ്ഞല്ലേ, വീട്ടിൽ പോയി നിന്നിട്ട് ബെല്ലടിച്ചു, ഭാര്യ വന്ന് വാതിൽ തുറക്കുമ്പോൾ പറയാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവള് വിചാരിക്കും പടച്ചോനെ ഇയാൾക്ക് എന്ത് പറ്റി അല്ലാ, എന്ത് പറ്റി റബ്ബേ, പോയപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലാ. ഈ ക്ലാസ് കേൾക്കണ ഏതെങ്കിലും പെണ്ണിന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനോട് സലാം പറഞ്ഞാൽ ഓം വിചാരിക്കും രാവിലെ ഉസ്താദിനെടുക്കൽ നിന്നൊരു ചരട് ഒതുക്കി കിട്ടണമെന്ന്. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മൾ ആരോടും പറയാറില്ല, ഭാര്യയോടും പറയത്തില്ല, മക്കളോടും പറയത്തില്ല. ഫോൺ വിളിക്കുമ്പോ വിളിക്കുന്നത് ആരാ? ഭാര്യയാണെന്നറിയാം. എടാ നിന്റെ ഫോണിൽ കോള് വരുമ്പോ വിളിക്കുന്നത് ഭാര്യയാണെന്നറിയാം. ആരാ അപ്പൊ സലാം പറയണേ? അസ്സലാമു അലൈക്കും എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്താടീന്ന് ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം. നിന്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ കോള് വരുമ്പോ പോലും സലാം പറയാത്ത ഹലോ എന്ന് ചോദിക്കും, എന്നാലും സലാം പറയൂല നമ്മൾ. എങ്കിൽ സലാം പറ. സലാം പറഞ്ഞാൽ നീയും നീ ആരോടാണോ പറഞ്ഞത് അവരും രക്ഷപ്പെടും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സലാമിനെ അധികരിപ്പിക്ക്. എപ്പോഴും സലാം പറയണം, എല്ലാരോടും സലാം പറയണം. ഒരു പള്ളിക്കകത്താണെങ്കിലും കാണുന്നവരോടും പോകുന്നവരോടും ഒക്കെ മുസ്ലിമീങ്ങളോട് സലാം പറ, രക്ഷപ്പെടും. ഇനി രക്ഷപ്പെടാനുള്ള വഴി അതേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ വാപ്പായും ഉമ്മായും മക്കളും വഴുത് കേൾക്കാൻ വന്നു. ഇനി തിരിച്ച് വീട്ടിൽ പോകുമ്പോ വീട്ടിൽ ആരുമില്ല, അപ്പൊ സലാം പറയണോ? ചോദ്യമല്ലേ? വീട്ടിൽ ആളുണ്ടെങ്കിൽ സലാം പറയണം, ഇല്ലെങ്കിലോ പറയണോ? എങ്ങനെ പറയണം? വൈകുന്നേരം കട പൂട്ടിയിട്ട് പോകുമ്പോ നീ എന്താ പറഞ്ഞേ? തവക്കൽതു അലല്ലാഹ്. കട പൂട്ടിക്കെട്ട് പോയപ്പോ നീ പറഞ്ഞു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹനെ ഏൽപ്പിച്ചു. അല്ലാഹു അവിടെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. വീട് പൂട്ടിയിട്ടല്ലേ വന്നേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. മലക്കുകൾ നിന്റെ വീട്ടിൽ കാവൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോകുമ്പോൾ വീടിനകത്ത് ആളില്ലെങ്കിൽ നീ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അങ്ങനെ സലാം പറയണ്ടേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കടയ്ക്കകത്ത് പോകുമ്പോ, കട തുറക്കുമ്പോ, കടയ്ക്കകത്ത് പോകുമ്പോ, വണ്ടിക്കകത്ത് കയറുമ്പോ, വീട്ടിലേക്ക് പോകുമ്പോ ആളില്ലയോ നീ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സലാം പറഞ്ഞിട്ട് കയറ്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10 മണിയായി. ഉസ്താദിന് അടുത്ത 10:40 വണ്ടിക്ക് പോകാനുള്ള ചങ്ങാതി ഇരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടത്. 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ്. നല്ല മനസ്സോടുകൂടി ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുമ്മ അഹ്സിൻ اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. അർഹമു റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്ലിസിൽ ഇല്ല റബ്ബേ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ.
ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് ഈ മജ്‌ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ സർവ്വ പാപങ്ങളും പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, പാപങ്ങൾ മുഴുവനും പുറത്തവരെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ പടച്ചവനെ റബ്ബേ, ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും മണ്ണിനടിയിലാണ്, അവരുടെ ഖബർ വിശാലമാക്കണേ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ ഖബറിടങ്ങളെ വിശാലമാക്കണേ അല്ലാഹുവേ. പടച്ചവനെ, നൗഫൽ എന്ന് പറയുന്ന സഹോദരൻ ഒരു ലോഡ് മണൽ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ, സിമന്റും ഫില്ലറുമായി ആരെല്ലാം സദഖ നൽകിയിട്ടുണ്ടോ, ചെറുതും വലുതുമായി തന്ന ഒരാളെയും നീ മറക്കല്ല തമ്പുരാന്. മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഇവിടുത്തെ ഉസ്താദന്മാരെ ഉഖ്റവിയായ പണ്ഡിതന്മാരെ പെടുത്തണേ ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഈ മുതഅല്ലിമീങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഫിയായ ഇൽമു നൽകണേ പടച്ചവനെ, വിശിഷ്ട അതിഥികളായി ആരൊക്കെ ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ടോ, സ്റ്റേജിൽ ഇരിക്കുന്നവരുണ്ടോ, പടച്ചവനെ, അവരുടെ ദുനിയാവ് ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഭക്ഷണം തന്ന കുടുംബത്തിന് നീ സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കണേ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ പടച്ചവനെ, സിദ്ദീഖിന്റെ സദഖ സ്വീകരിക്കണേ അർഹമായ പ്രതിഫലം കൊടുക്കണേ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന സഹോദരൻ, പടച്ചവനെ, ശിഫാ കൊടുക്കണേ തമ്പുരാനെ. പള്ളിയുടെ പ്രസിഡന്റിന്റെ സദഖ സ്വീകരിക്കണേ റഹ്മാനെ, ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റബ്ബേ, ശിഫ നൽകണേ ആഫിയത്ത് നൽകണേ അറുത്ത് മുറിക്കല്ലേ കണ്ണുനീര് കുടിപ്പിക്കല്ല ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല കുടുംബക്കാര് മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ല പടച്ചവനെ, എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാനുള്ള മരണം നൽകണേ ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ പടച്ചവനെ, എന്റെ കൂടെ വന്ന അല്ലാഹുവേ, മുഹമ്മദ് ഹാജി തന്റെ കൂട്ടുകാരൊക്കെ വന്നവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ, ശരീഫ് എന്ന സഹോദരന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ, പ്രിയപ്പെട്ട ഭാര്യക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ കാസിമി റബ്ബേ, കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാർ റബ്ബേ, ഷാഫി ഉൾപ്പെടെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള മരണം തരല്ലേ അല്ലാഹുവേ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ ശഹീദിന്റെ കൂലി കെട്ടുന്ന മരണം നൽകണേ പടച്ചവനെ, ഈ മദ്രസയുടെ പടിക്ക് വേണ്ടി ആരൊക്കെ സദഖ ചെയ്തോ, ആരൊക്കെ സഹായിക്കാമെന്ന് നിയ്യത്ത് ചെയ്തോ, അവരുടെ സദഖകൾ സ്വീകരിക്കണേ റബ്ബേ, അതിന്റെ പണി എളുപ്പത്തിലാക്കണേ പടച്ച റബ്ബേ. ഷാഫിയുടെ കുടുംബത്തിന് സുഖമില്ലാത്ത ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ, ആരെല്ലാം ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയോ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ നീ ഭാഗ്യം നൽകണേ പടച്ചവനെ, ആരെല്ലാം ഈ പ്രവാസനം ലൈവ് കാണുന്നവരുണ്ടോ, അവരുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടുത്തണേ സമാധാനം നൽകണേ ഈമാനുള്ള മരണം കൊടുക്കണേ ഈ
പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. ലൈവ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല അല്ലാ. ഉപ്പാന്റെ കബറിടം വിശാലമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഭാര്യ പിതാവിന്റെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്, 9 മാസമായി. റബ്ബേ കണ്ണിന് കുളിർമയുള്ള സന്താനത്തിന് നൽകണേ അല്ലാ. രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഈ മഖാമിൽ കിടക്കുന്ന മഹാരഥന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ യൂസുഫ് എന്ന സഹോദരന്റെ മരണപ്പെട്ട പിതാവിന്റെ പേരിൽ ചെയ്ത സദഖ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ല അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാദാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ പടച്ച റബ്ബേ, ഖുർആൻ പഠിക്കുന്ന മക്കൾ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു സദഖ നൽകിയവർ അല്ലാഹുവേ മക്കളെ നീ ഹാഫിളാക്കണേ തമ്പുരാനെ. ഈ ദുആയ സ്വീകരിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.